വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ മണ്ണിൽ പതിറ്റാണ്ടുകളായി പാർട്ടിയെ തോളിലേറ്റിയ എം മണിയില്ല. കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധി കേന്ദ്രമായ തോമസ് ഐസക്കുമില്ല. പാർട്ടിയുടെ കരുത്തനായ പി ജയരാജനുമില്ല. കേന്ദ്ര കമ്മിറ്റിയിലെ കരുത്തൻ വിജയരാഘവനുമില്ല. ഇവർക്കെല്ലാം ഒരേ സമയം സീറ്റ് നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാ രാഷ്ട്രീയ നീക്കമാണോ? ഒന്നാം പിണറായി സർക്കാരിന് ശേഷം നമ്മൾ കണ്ട ക്ലീൻ സ്വീപ്പ് ഓർമ്മയില്ലേ? കെ ശൈലജ ടീച്ചറെ അടക്കം മന്ത്രിസഭയിൽ നിന്നും പുറന്തള്ളിയ ആ അപ്രതീക്ഷിത നീക്കം. അതിന്റെ രണ്ടാം പതിപ്പാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. സ്വന്തം തട്ടകങ്ങളിൽ വേരുകളുള്ള നേതാക്കളെ പിഴുതെറിഞ്ഞ് പകരം വരുത്താൻ പോകുന്നത് ആരെയൊക്കെയാണ്? ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണ്? പരിശോധിക്കാം. കേരളം ഇതുവരെ കാണാത്ത ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാധാരണയായി സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുമ്പോൾ ആര് വരും എന്നതിനേക്കാൾ ഉപരി ആരെ വെട്ടും എന്നതാണ് ഇപ്പോൾ CPM-ലെ പ്രധാന ചർച്ചാ വിഷയം. ഇതിനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ യഥാർത്ഥ കുതുകാൽ വെട്ടെന്ന് വിശേഷിപ്പിക്കുന്നത്. നിങ്ങളോ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് ഇടുക്കിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരള രാഷ്ട്രീയത്തിൽ എം മണി എന്ന പേരിന് ഒരു പ്രത്യേക വശ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ശൈലി, ഭാഷ, ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം. ഇടുക്കി CPM എന്നാൽ അത് മണിയാശാൻ തന്നെയായിരുന്നു. ഉടുമ്പൻചോലയിൽ അദ്ദേഹം തോൽക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ഇടുക്കി ജില്ലാ നേതൃത്വം നൽകിയ ലിസ്റ്റിൽ മണിയുടെ പേര് ഒന്നാമതായി ഉണ്ടായിരുന്നു. എന്നാൽ തിരുവനന്തപുരത്തെ AKG സെന്ററിൽ ഇരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ പേര് വെട്ടി. പകരക്കാരനായി വരുന്നത് KK ജയചന്ദ്രനാണ്. ഇവിടെയാണ് ചോദ്യം ഉയരുന്നത്. മണിക്ക് പകരം ജയചന്ദ്രൻ വരുമ്പോ അവിടെ എന്ത് മാറ്റമാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്? ഇതിനെ വെറുമൊരു സ്ഥാനാർത്ഥി മാറ്റമായി കാണാൻ കഴിയില്ല. ഇടുക്കിയിലെ മണിയുടെ അപ്രമാദിത്യം അവസാനിപ്പിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം കാലങ്ങളായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജില്ലാ നേതൃത്വത്തിന്റെ വികാരം തള്ളിക്കൊണ്ട് സംസ്ഥാന നേതൃത്വം എടുത്ത ഈ തീരുമാനം ഇടുക്കിയിലെ അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. ആശാനില്ലാത്ത ഉടുമ്പൻചോല എന്നത് അവിടുത്തെ സഖാക്കൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ഇത് മണിയെ വെട്ടിയതാണോ അതോ മണിക്ക് വിശ്രമം അനുവദിച്ചതാണോ? രാഷ്ട്രീയത്തിൽ വിശ്രമം എന്നാൽ അത് പടിയടച്ച് പിണ്ടം വെക്കൽ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 80 വയസ്സായവർ തന്നെ ഇപ്പോൾ പാർട്ടിയുടെ തലപ്പത്തിരിക്കുമ്പോൾ ഇവർക്കെന്ത് വിശ്രമം അല്ലേ? ഇനി നമുക്ക് കൊച്ചിയിലേക്ക് വരാം. തൃപ്പൂണിത്തുറ CPM-ന് അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ K ബാബുവിനെ വീഴ്ത്താൻ M സ്വരാജിനേക്കാൾ മികച്ചൊരു പോരാളി വേറെയില്ല എന്ന് കൊച്ചിയിലെ ഓരോ സഖാവും വിശ്വസിക്കുന്നു. ജില്ലാ നേതൃത്വം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടത് സ്വരാജിനെയാണ്. എന്നാൽ അവിടെയും സംസ്ഥാന നേതൃത്വം കടുംപിടുത്തം പിടിച്ചു. സ്വരാജ് വേണ്ട. എന്തുകൊണ്ടാണ് സ്വരാജിനെ പോലെ ഒരു യുവ നേതാവിനെ, ജനപ്രീതിയുള്ള നേതാവിനെ മാറ്റി നിർത്തുന്നത്? അവിടെ നമുക്ക് വിശ്രമം എന്ന വാക്കിന് അർത്ഥമില്ലല്ലോ. പകരം വൈപ്പിനിൽ നിന്നും KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം. വൈപ്പിനിലാകട്ടെ മഹിളാ അസോസിയേഷൻ നേതാവ് MB ഷൈനിയെയും. ഇതിനെന്ത് യുക്തിയാണുള്ളത്? സ്വന്തം മണ്ഡലത്തിൽ വേരുകളുള്ള നേതാക്കളെ മാറ്റി പരീക്ഷിക്കുന്നതിലൂടെ പാർട്ടി ഇവിടെ എന്ത് റിസ്ക് ആണ് എടുക്കുന്നത്? മുൻ മേയർ അനിൽകുമാറിനെയും പരിഗണിച്ചിട്ടില്ല. തൃക്കാക്കരയിലും എറണാകുളത്തും പൊതു സ്വതന്ത്രരെ വെച്ച് ഭാഗ്യം പരീക്ഷിക്കാനാണ് നീക്കം. സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചോദിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് എറണാകുളം CPM മാറുകയാണോ? ഇതിനെയാണ് കുതുകാൽ വെട്ടെന്ന അണികൾ വിശേഷിപ്പിക്കുന്നത്. വളർന്നു വരുന്ന നേതാക്കളുടെ ചിറകരിയുന്ന ഈ രീതി പാർട്ടിയുടെ ഭാവിക്ക് നല്ലതാണോ? ഇത് വ്യക്തിപരമായ വെറുപ്പല്ല, മറിച്ച് ഒരു വലിയ രാഷ്ട്രീയ ക്ലീനിങ് പ്രോസസ്സാണ്. ഡോക്ടർ തോമസ് ഐസക് കേരളത്തിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നാണ് ഒരു കാലത്ത് സഖാക്കന്മാർ വിശേഷിപ്പിച്ചിരുന്നത്. കിഫ്ബിയിലൂടെ കേരളത്തിന്റെ വികസന മുഖം മാറ്റിയ ആളാണ്. അദ്ദേഹത്തിന് ഇക്കുറിയും സീറ്റില്ല. മുമ്പ് 2 തവണ ജയിച്ചവർ മാറണമെന്ന മാനദണ്ഡം വന്നപ്പോ അദ്ദേഹം മാറി നിന്നു. എന്നാൽ ഇക്കുറി ആ മാനദണ്ഡത്തിൽ ഇളവ് നൽകുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. അതുപോലെ തന്നെ വിജയരാഘവൻ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഡൽഹിയിലെ രാഷ്ട്രീയ ചാണക്യന്മാരിൽ ഒരാൾ. അദ്ദേഹത്തിന് മത്സരിക്കാൻ PB അനുമതി നൽകിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ രാഷ്ട്രീയം പരിശോധിക്കപ്പെടണം. പാർട്ടിയിൽ ശക്തരായ, സ്വന്തമായി അഭിപ്രായമുള്ള നേതാക്കളെ നിയമസഭയിൽ നിന്നും അകറ്റി നിർത്തുക എന്നൊരു ഗൂഢതന്ത്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? കണ്ണൂരിലെ ലോക്കൽ ലയൺ P ജയരാജന്റെ അവസ്ഥയും സമാനമാണ്. വടക്കൻ മലബാറിൽ പാർട്ടിയെ പടുത്തുയർത്തിയ ജയരാജനെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും, പ്രത്യേകിച്ച് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും അകറ്റി നിർത്തുന്നത് ആസൂത്രിതമാണോ? അദ്ദേഹത്തിന് സീറ്റ് നൽകണമെന്ന വലിയൊരു ആവശ്യം അണികൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വം അത് കേട്ട ഭാവം നടിച്ചില്ല. നമുക്ക് ശൈലജ ടീച്ചറുടെ കാര്യം എടുക്കാം. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ ആദരിച്ച നേതാവ്. ടീച്ചർക്ക് കിട്ടിയ ജനപ്രീതി പാർട്ടിയിലെ പല ഉന്നതർക്കും അലോസരം ഉണ്ടാക്കിയിരുന്നു. ഇതൊരു പരസ്യമായ രഹസ്യമാണ്. ഒന്നാം പിണറായി സർക്കാരിന് ശേഷം അവരെ മന്ത്രിസഭയിൽ നിന്നും മാറ്റിയത് വലിയ വിവാദവുമായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അവരെയും മാറ്റി നിർത്താൻ നീക്കം നടക്കുന്നു.
കേന്ദ്ര നേതൃത്വം അഥവാ CPM സെൻട്രൽ കമ്മിറ്റി ശൈലജയെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ടീച്ചറുടെ സാന്നിധ്യം വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തും. പിണറായി പറയുന്ന പോലെയല്ല. എന്നാൽ സംസ്ഥാന നേതൃത്വം പറയുന്നത് വേണ്ട എന്നാണ്. സ്വാഭാവികം. ഒടുവിൽ മട്ടന്നൂരിന് പകരം പേരാവൂരിൽ മത്സരിക്കാമെന്നൊരു ഒത്തുതീർപ്പ് ഫോർമുല വന്നെങ്കിലും അതിലും വലിയ വ്യക്തതയൊന്നുമില്ല. സ്വന്തം ജനപ്രീതി തന്നെ ശൈലജ ടീച്ചർക്ക് വിനയാവുകയാണോ? അമിതമായ ജനപ്രീതി പാർട്ടിക്ക് അപകടകമാണെന്ന സിദ്ധാന്തമാണോ ഇവിടെ നടപ്പിലാക്കുന്നത്? CPM എപ്പോഴും പറയുന്ന ഒന്നാണ് മാനദണ്ഡം. 2 തവണ ജയിച്ചവർ മാറണം, യുവജനങ്ങൾക്ക് മുൻഗണന നൽകണമെന്നൊക്കെ. എന്നാൽ ഈ മാനദണ്ഡങ്ങൾ പലപ്പോഴും ഇഷ്ടക്കാർക്ക് വേണ്ടി മാറ്റാറുണ്ട്, പ്രത്യേകിച്ച് മരുമോനൊക്കെ വേണ്ടി. മുമ്പ് മാനദണ്ഡത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയവരെ ഇനി പരിഗണിക്കേണ്ടതില്ല എന്ന പുതിയ തീരുമാനം സത്യത്തിൽ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും വിരമിപ്പിക്കുക എന്നതാണോ ഉദ്ദേശം? എങ്കിൽ എന്തുകൊണ്ട് ചിലയിടങ്ങളിൽ ഇളവുകളൊക്കെ നൽകുന്നു? കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? തിരുവനന്തപുരത്ത് ജോയിയെ വർക്കലയിൽ നിർത്തുകയും റഹീമിനെ ജില്ലാ സെക്രട്ടറി ആക്കുകയും ചെയ്യുന്ന നീക്കം വലിയൊരു അധികാര കൈമാറ്റത്തിന്റെ സൂചനയായിട്ടാണ് തോന്നുന്നത്. യുവ നേതാക്കളെ കൊണ്ടുവരുന്നത് നല്ലതാണ്, പക്ഷെ അത് മുതിർന്നവരെ അപമാനിച്ചുകൊണ്ടാവരുത്. ഇതാണ് ഉയരുന്ന വിമർശനം. നമുക്കൊരല്പം പിന്നിലേക്ക് പോകാം. 2021 തിരഞ്ഞെടുപ്പ് വിജയം CPM വലിയ ആത്മവിശ്വാസമൊക്കെ നൽകി അല്ലെ? ആ വിജയത്തിന് ശേഷം പാർട്ടി നടപ്പിലാക്കിയ ഏറ്റവും വലിയ സർജറി മന്ത്രിസഭയെ ഒന്നടങ്കം മാറ്റിയതായിരുന്നു. പിണറായി വിജയൻ ഒഴികെ എല്ലാവരും പുതിയ മുഖങ്ങൾ. അന്ന് പലരും അതിനെ അഭിനന്ദിച്ചേ. പക്ഷെ കാലക്രമേണ അത് പാർട്ടിക്കുള്ളിലെ അധികാര കേന്ദ്രീകരണമൊക്കെ ആയി മാറി എന്ന ആക്ഷേപം ശക്തമാണ്. ആ പഴയ വെട്ടിനിരത്തൽ, ആ ഒരു തന്ത്രം ഇക്കുറി സ്ഥാനാർത്ഥി നിർണയത്തിലും ആവർത്തിക്കുന്നു. ജനപ്രീതിയുള്ള നേതാക്കളെയൊക്കെ വെട്ടിമാറ്റി പാർട്ടിയോട് പൂർണ്ണമായും വിധേയത്വം പുലർത്തുന്ന യസ്മെന്മാരെ മാത്രം നിയമസഭയിൽ എത്തിക്കാനാണോ ഈ ശ്രമം? ഇതിനെയാണ് യഥാർത്ഥ കുതുകാൽ വെട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. പാർട്ടി വളർത്തിയെടുത്ത നേതാക്കളെ അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ നിന്നും മാറ്റുന്നതിലൂടെ ആ മണ്ഡലങ്ങളിൽ പാർട്ടി ദുർബലമാകില്ലേ? സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പത്നി PK ശ്യാമള മത്സരിക്കില്ല എന്ന വാർത്തയും ശ്രദ്ധേയമാണ്. ഇത് കുടുംബവാഴ്ച എന്ന ആരോപണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. അതേസമയം കായംകുളത്ത് പ്രതിഭയ്ക്കും അരൂരിൽ ദലീമ ജോജോയ്ക്കും വീണ്ടും അവസരം നൽകുന്നത് വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. പ്രതിഭ പലപ്പോഴും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ള ആളാണ്. എന്നിട്ടും അവർക്ക് നൽകുന്ന പരിഗണനയും മറ്റു മുതിർന്നവർക്ക് നൽകാത്ത അവഗണനയും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. സംഭവം മനസ്സിലാകുന്നില്ല. എന്തായാലും മാർച്ച് 4 ചേരുന്ന സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് കേരള രാഷ്ട്രീയത്തിന്റെ തലവര നിശ്ചയിക്കും. ഈ വെട്ടിനിരത്തലുകൾക്ക് അണികൾ വോട്ടിലൂടെ മറുപടി നൽകുമോ, അതോ പാർട്ടിയുടെ അച്ചടക്കത്തിന് മുന്നിൽ എല്ലാവരും നിശബ്ദമാകുമോ? മുതിർന്ന നേതാക്കളെ തടയുന്നതും സ്വന്തം തട്ടകങ്ങളിൽ നിന്ന് ജനകീയ നേതാക്കളെ പിഴുതെറിയുന്നതും CPM ഗുണകരമാകില്ല എന്ന മുന്നറിയിപ്പ് പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ആരും അനിവാര്യമല്ല എന്ന് പാർട്ടി പറയുന്നുണ്ടെങ്കിലും അണികൾക്ക് നേതാക്കളോടുള്ള വൈകാരിക ബന്ധം വോട്ടായി മാറുന്ന കേരളത്തിൽ ഈ പരീക്ഷണം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. പ്രത്യേകിച്ചും ഈ ഭരണവിരുദ്ധ വികാരം ഇത്രത്തോളം അലയടിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ. എന്തായാലും ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പാർട്ടിയുടെ നവീകരണമാണോ, അതോ തനിക്ക് ഭീഷണിയാകുമെന്ന് തോന്നുന്നവരെ വെട്ടിമാറ്റുന്ന സ്വേച്ഛാധിപത്യമാണോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.